നിങ്ങൾ ഇവിടെ കുറച്ചു നേരത്തെ പറഞ്ഞല്ലോ എന്താണ് കേരളത്തില് BJPക്ക് തൊട്ടുകൂടായ്മ ഉണ്ട്, വെച്ചിട്ടുണ്ട്. തന്റെ വീട്ടിൽ നിന്നാണോ കൊണ്ടുവച്ചത്? ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ പോകും, കാണും. അത് ചോദിക്കാൻ നിങ്ങളാരാ? നിങ്ങൾ ഇവിടെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? ഞാൻ എന്ത് പറയണമെന്ന് യുവരാജെ ഞാനാ തീരുമാനിക്കുന്നതല്ല, നീയല്ല. അങ്ങനെ തന്നെ പറയേണ്ടി വരും. നേരമായാലും തുടങ്ങിയിട്ട് ഒന്ന് ഒതുങ്ങ്. ഓണമല്ലേ? നീ പറഞ്ഞോടാ. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. യുവരാജ് ഗോകുൽ, ഇവിടെ ഈ LDFന്റെ തീരുമാനം വന്നതിന് ശേഷം പ്രതിപക്ഷ നേതാവിന്റെ ഒരു പ്രതികരണം നിങ്ങൾ കണ്ടതാണല്ലോ. അതിൽ പറയുന്നത് RSSനെയും BJPയെയും ധിക്കരിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല. അതിനേക്കാൾ ശക്തമായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് LDFലെ ഘടകകക്ഷികളെക്കാൾ ഈ സർക്കാരിന് മേലും ഈ പാർട്ടിക്ക് മേലും സ്വാധീനം RSSനാണ് എന്നാണ്. BJP CPMന്റെ നേതൃത്വം കൊടുക്കുന്ന മുന്നണിയിലെ അനൌദ്യോഗിക ഘടകകക്ഷിയായി മാറിക്കഴിഞ്ഞോ? ഇന്ന് CPM നേതാക്കന്മാർ മൗനവ്രതം നടത്തുമ്പോൾ അവർക്ക് മുഴുവൻ പിന്തുണയുമായി ഈ പറയുന്ന ഗോവ ഗവർണറും ഈ പറയുന്ന സുരേഷ് ഗോപിയും ഒക്കെ ഇറങ്ങി പ്രതിരോധം തീർക്കുന്നത് കാണുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന്റെ രാഷ്ട്രീയ സാധൂകരണമാവുകയല്ലേ അത് താങ്കൾക്ക് രാഷ്ട്രീയമായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വാക്കുകൾ ഞാൻ ഉപയോഗിക്കാറില്ല. പക്ഷെ താങ്കൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞോട്ടെ, പറയാൻ പോകുന്നതേ ഉള്ളൂ. അതാ പറഞ്ഞത്. ഇത് സാധാരണ ഞാൻ അങ്ങനെ പറയുന്നതല്ല. പക്ഷെ താങ്കൾ ഇത്രയും നേരം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രകടനം വെച്ച് നോക്കുമ്പോൾ അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. താങ്കൾക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് എന്ന് മാത്രമേ എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളൂ. കാരണം അവിടെ ശ്രീധരൻ പിള്ള ആയിരുന്നാലും ശരി തന്നെയാണ്, സുരേഷ് ഗോപി ആയിരുന്നാലും ശരി തന്നെയാണ്. ഒരു CPMനും പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ടല്ല പോയത്. RSSന്റെ രണ്ടാമനായിട്ടുള്ള ശ്രീ ദത്താത്രേയ ഒസബലെ അദ്ദേഹം ഏതെങ്കിലും ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് രാഷ്ട്രീയമായിട്ടുള്ള തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിശ്ചയിക്കുവാൻ വേണ്ടിയിട്ട് കേരള രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന കുറെ മാധ്യമ പ്രവർത്തകരും നിങ്ങൾ ആരാണ്? എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ പോകും, കാണും. അത് ചോദിക്കാൻ നിങ്ങളാരാ? നിങ്ങൾ ഇവിടെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇതാണ് പരമമായ വിവരദോഷത്തരം. ഇപ്പൊ യുവരാജ് പറയുന്നതാണ് പരമമായ വിവരദോഷത്തരം. നിങ്ങൾ ഇത്രയും നേരം നടത്തിയ വെർബൽ ഡയറിയ ഞാൻ മിണ്ടാതെ കേട്ടോണ്ടിരുന്നാണ്. ഞാൻ പറയുന്നത് കേട്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നിങ്ങൾ ഇവിടെ കുറച്ചു നേരത്തെ പറഞ്ഞല്ലോ എന്താണ് കേരളത്തില് BJPക്ക് തൊട്ടുകൂടായ്മ ഉണ്ട്, വെച്ചിട്ടുണ്ട്. തന്റെ വീട്ടിൽ നിന്നാണോ കൊണ്ടുവച്ചത്? കേരളത്തില് BJPക്ക് തൊട്ടുകൂടായ്മ ഉണ്ട്, വെച്ചിട്ടുണ്ട്. തന്റെ വീട്ടിൽ നിന്നാണോ കൊണ്ടുവച്ചത്? മര്യാദയ്ക്ക് സംസാരിക്കണം. പറഞ്ഞില്ല എന്ന് വേണ്ട. നിങ്ങളാണോ തീരുമാനിക്കുന്നത് ഇവിടെ രാഷ്ട്രീയ തൊട്ടുകൂടായ്മ ഉണ്ടാവണോ വേണ്ടയോ എന്നുള്ള കാര്യം? പാർലമെന്റിലേക്കും ഈ പറയുന്ന നിയമസഭയിലേക്കും കയറ്റിയിട്ടില്ല. കയറ്റിയത് ഈ പറയുന്ന നിരന്തര പരാജയങ്ങളുടെ ഈ പറയുന്ന സഹതാപ തരംഗം കൊണ്ടാണ്. അല്ലല്ല, ആ രൂപത്തിൽ വർത്താനം പറയരുതേ. മിണ്ടാതിരിക്കുന്നൊന്നും ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിക്കണ്ട. യുവരാജ്, മിണ്ടാതിരിക്കുന്നൊന്നും ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിക്കണ്ട. കേട്ടല്ലോ, മിണ്ടാതിരിക്കുന്നൊന്നും ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിക്കണ്ട. അങ്ങോട്ട് എഴുന്നള്ളിച്ച് തന്നെ തരും. മനസ്സിലായോ? താൻ ഇങ്ങോട്ട് എഴുന്നള്ളിക്കാൻ വരാതിരുന്ന അങ്ങോട്ട് എഴുന്നള്ളിക്കാൻ വരുന്നില്ല. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. അത് വ്യക്തിപരമായി എനിക്കെതിരെയല്ല, എന്റെ പ്രസ്ഥാനത്തിനെതിരെ ഉപയോഗിച്ച വാക്കാണ്. അത് തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് തനിക്ക് അർഹിക്കുന്ന രീതിക്ക് തന്നെ മറുപടി തരാൻ ഞങ്ങൾക്കും അറിയാം. മനസ്സിലായോ? താനല്ല ഇവിടെ കേരളത്തിലെ BJPക്ക് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ ഒരു പ്രത്യേക അജണ്ട വെച്ചുകൊണ്ട് സംസാരിച്ച വിഷയമായി നിങ്ങൾക്കത് തോന്നുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള വിവരദോഷത്തരമാണ് ഇവിടെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് ഗൗരവത്തോടെ താങ്കൾ പ്രതികരിക്കുകയുണ്ടായി. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ KC ഉമേഷ് ബാബുവും പ്രതികരിക്കുകയുണ്ടായി. ഇതിൽ വിവരദോഷത്തരം ഈ പറയുന്ന യുവരാജ് ഗോകുലിന് മാത്രമാണോ തോന്നിയത്, അതോ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ?
ഞങ്ങളത് പറയും. അല്ല നിൽക്കുന്നേ, ചിലക്കാതെ അങ്ങ് നിർത്തിയതിനു ശേഷമാണ് ഞാൻ പിന്നീട് മറ്റാളുകളിലേക്ക് പോകുന്നത്. യുവരാജെ ചിലക്കാതെ ബാക്കിയുള്ളവർ സംസാരിക്കട്ടെ. കണ്ണീര് തുടച്ചിട്ട് പറ, കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ശരി ശരി, നിങ്ങൾ പറഞ്ഞു തീർത്തു. ഇനി ഇല്ലല്ല, നിങ്ങൾ പറഞ്ഞു തീർത്തു. അവിടെ നിൽക്കട്ടെ അത്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, 20% വോട്ട് കേരളത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങള്. ശരി, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളാണ് ഒന്നാം സ്ഥാനം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഞങ്ങൾ ഭരിക്കുന്നുണ്ട്. ജ്യോതികുമാർ ചാമക്കാല, പഞ്ചായത്തുകൾ ഞങ്ങൾ ഭരിക്കുന്നുണ്ട്. തലസ്ഥാനം ഉണ്ടാക്കി തരുന്നത് ആൾക്കാരെ കാണും. വേണുവിനെ ചലഞ്ച് ചെയ്തൊരു ചോദ്യം ചോദിക്കുന്നു. ഫ്ലവേഴ്സിന്റെയും 24-ന്റെയും മുതലാളി RSSന്റെ നേതൃത്വത്തിലെ കണ്ടിട്ടില്ല. നിങ്ങളെ വലിയ RSSന്റെ നേതൃത്വത്തെ കുറിച്ചും നിങ്ങളുടെ വലിപ്പത്തെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ മിനിമം മര്യാദ കാണിക്കുക. ഞാൻ സംസാരിക്കല്ലേ? എന്നോട് താങ്കളോട് സംസാരിക്കുമ്പോൾ താങ്കളുടെ രീതിയിൽ സംസാരിച്ചോളാം. മനസ്സിലായോ? എന്നോട് നിന്ന് പറഞ്ഞാൽ അത് കേട്ടോണ്ടിരിക്കാനുള്ള മര്യാദ എനിക്ക് ഉണ്ടാവില്ല. പറ്റുമെങ്കിൽ പിന്നെ അത് നടത്തിക്കളയാം. എന്നോട് ചോദ്യം ചോദിച്ചിട്ട് 5 മിനിറ്റ് ആയി. ഞാൻ മറുപടി പറയാൻ അവസരം അല്ല എനിക്കൊരു മടിയില്ല. ഞാൻ മുണ്ടും മടക്കി കുത്തിയൊന്നും അല്ല തയ്യാറാ. അതൊക്കെ കഴിഞ്ഞ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. മര്യാദ എന്ന് പറയുമ്പോൾ പദപ്രയോഗം കൂടി ഉണ്ട്. മര്യാദ. ഒരാളോട് ചോദ്യം ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ വികാര വിക്ഷോഭങ്ങളെല്ലാം കാണിച്ചു. അത് കഴിഞ്ഞ് മറ്റൊരാളിലേക്ക് ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് കേൾക്കാനുള്ള സാമാന്യ മര്യാദയാണ് ജനാധിപത്യത്തിൽ ഉണ്ടാകേണ്ടത്. അത് താങ്കൾക്കില്ല എന്നതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അതിന്റെ പേരിൽ എന്റെ മേക്കിട്ട് കയറാൻ വരണ്ട. അതിന് അനുഭവം വേറെ ആയിരിക്കും. വേണുവിനെ പോലെ ഞാൻ ക്ഷമിക്കണം. യുവരാജ് ഗോകുൽ, ഇവിടെ ജ്യോതി പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി. എന്തിന് RSS നുണ പറഞ്ഞു? എന്തിന് RSS ഇത് മറച്ചു വെച്ചു? ഇനി RSSന് എന്തെങ്കിലും പരിമിതി ഉണ്ടെങ്കിൽ അത് ബാധകമല്ലാത്ത നിങ്ങളുടെ പ്രഭാരി എന്തിനത് മറച്ചു വെക്കുന്നു? ഞങ്ങളുടെ പ്രഭാരി EP ജയരാജനെ കണ്ടിട്ടുണ്ട്. RSSന്റെ സർക്കാര്യവാഹമായിട്ടുള്ള ദത്താത്രേയ ഹൊസബലെ അദ്ദേഹം ADGPയെ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മോഹൻ ഭഗവത്ജി ISROയുടെ ചെയർമാനായിട്ടുള്ള സോംനാഥ് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. മോഹൻ ഭഗവത്ജി എന്നെ മുമ്പ് പ്രണബ് മുഖർജിയെ കണ്ടിട്ടുണ്ട്. അങ്ങനെ പലരെയും കണ്ടിട്ടുണ്ട്. ഇത് എന്തിനു കണ്ടു എന്ന് വിശദീകരിക്കാൻ സൗകര്യപ്പെടില്ല. ജ്യോതി കേട്ടല്ലോ, തീർന്നില്ലേ പ്രശ്നം? സൗകര്യപ്പെടില്ല. കാരണം ഞങ്ങളുടെ സംഘടന, ഞങ്ങളുടെ നേതാക്കള്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കാണും, സംസാരിക്കും. ഇത് ഞങ്ങൾ എന്തിനാന്ന് TV ചാനലിൽ വന്നിരുന്നിട്ട് എന്തിനു കണ്ടു എന്ന് പറയാം? ഞങ്ങൾക്ക് എന്താണ് ബാധ്യത? പിന്നെ ചൂടാണ്ട് ഇല്ല. അത് ഞങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഇത്തരം ചോദ്യങ്ങൾ? നിങ്ങളുടെ നേതാക്കൾ പോയി ആൾക്കാർ ആരെയൊക്കെ കാണുന്നു? നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വന്നിരുന്ന് പത്രത്തിലും TV-യിലൊക്കെ പരസ്യം കൊടുക്കുകയാണ്, എന്താണ് കണ്ടത്, എന്തിനാണ് കണ്ടത് എന്ന് ചോദിച്ചിട്ട്. ഞങ്ങൾക്ക് കാണാൻ സൗകര്യമുണ്ട്, ഞങ്ങൾ കാണുന്നുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് പരസ്പരം. ചിലപ്പോൾ രാഷ്ട്രീയം സംസാരിക്കും, ചിലപ്പോൾ വ്യക്തിപരമായ കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത്, ചിലപ്പോൾ മറ്റെന്തെങ്കിലും ആയിരിക്കും സംസാരിക്കുന്നത്. അത് ഞങ്ങളുടെ താല്പര്യം. ഇതെന്തിനാ ഞങ്ങൾ നിങ്ങളെയൊക്കെ ബോധിപ്പിക്കുന്നത്? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? താങ്കള് എന്തോ ചീഫ് ജസ്റ്റിസിന്റെ ഇവിടെ ഗണപതി പൂജ, അവിടെ ഗണേശോത്സവം നടക്കുമ്പോൾ പ്രധാനമന്ത്രി പോയ താങ്കൾ വലിയ വിമർശനമായിട്ട് പറഞ്ഞു. 2009 ഇഫ്താർ പാർട്ടിക്ക് മൻമോഹൻ സിംഗിന്റെ വീട്ടില് അന്നത്തെ ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ വന്നപ്പോ താങ്കൾക്ക് ഈ പ്രശ്നം ഇല്ലായിരുന്നു. ഇഫ്താർ പാർട്ടിക്കാണെങ്കിൽ ആവും, ഗണേശോത്സവത്തിന് പറ്റില്ല എന്നാണോ? അതല്ല ഉദ്ദേശം. നോക്കൂ വേണു, നല്ല ന്യായീകരണമാണ്. ഇഫ്താർ പാർട്ടിയെ സംബന്ധിച്ച് ഇവിടെ മുഖ്യമന്ത്രി നടത്തിയപ്പോൾ ലോകായുക്ത ഉൾപ്പെടെ വന്നതിനെ സംബന്ധിച്ച് നമുക്കറിയാം. ഇഫ്താർ പാർട്ടി പരസ്യമായി നടത്തുന്ന ഒരു ചടങ്ങിൽ എന്ന് പറഞ്ഞാൽ പിന്നെ അവർ തമ്മിൽ കാണാതിരിക്കാനേ പറ്റില്ലല്ലോ. ഈ പൊതുചടങ്ങിൽ വെച്ച് കാണുന്നതുമായി ബന്ധപ്പെട്ടാണോ, ഇവിടെ രഹസ്യമായി അദ്ദേഹത്തിന് ഇപ്പോൾ ഈ പിന്നെ എന്താ വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ടോ എന്തോ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടാണ് അവിടെ പോയി കണ്ടിരിക്കുന്നു. അതിന് പബ്ലിസിറ്റി കൊടുക്കുന്നു, ഫോട്ടോ പ്രസിദ്ധീകരിക്കുന്നു. അവർ രണ്ടുപേരും അദ്ദേഹത്തിന്റെ രഹസ്യമായിട്ടാണോ പോയത്? രഹസ്യമായിട്ട് പോയ ഫോട്ടോ ആണോ? വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു അവിടെ? എല്ലാവരും വിളിച്ചിരുന്നു? അദ്ദേഹം ക്ഷണിച്ചിട്ടാണോ പോയത്? എത്ര അല്ല നിർത്തു താങ്കളുടെ വിശദീകരണം ഞാൻ കേട്ടല്ലോ. ഞാൻ മറുപടി ഞാൻ പറയുന്നത് ഒളി ക്യാമറയിലെ ഫോട്ടോ വല്ലതാണോ വന്നത്? നമ്മളെല്ലാരും TV ചാനലുകളിലും പത്രങ്ങളിലും കൂടെ തന്നെയല്ലേ ആ ഫോട്ടോ കണ്ടത്. അപ്പൊ ADGP ആയിട്ട് അദ്ദേഹം കണ്ടിട്ടുണ്ടാവും, ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ലോജിക് എന്ന് പറയുന്ന ഒരു സാധനം വേണ്ടേ സാറേ? കഴിഞ്ഞോ?
അദ്ദേഹം ഒരു കഴിഞ്ഞോ? വ്യക്തിയാണ്, അദ്ദേഹം ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ്. അദ്ദേഹം ആൾക്കാരെ കാണുന്നതൊക്കെ ഇനിയിപ്പോ ഫോട്ടോ എടുത്ത് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുമോ? ആ ചെക്കനെ ഞാൻ ഒന്ന് കൊടുത്തിട്ടേ. വേണ്ട സാർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാർ എന്തിനാ മറുപടി പറയാൻ പോകുന്നത്? എന്താ അയാളുടെ പേരെന്താ വേണു? ഈയുടെ പേരെന്താ? യുവരാജ് ഗോകുൽ. വേണു എന്താ പേരെന്താ പറഞ്ഞേ? നമ്മൾ എത്രയോ BJP യുടെ ചർച്ചയ്ക്ക് പ്രതിനിധി. ഒരുമിച്ചിരുന്നതാണ്. യുവരാജ് ഗോകുൽ. ബിജെപിയുടെ പ്രതിനിധി. താങ്കൾ താങ്കളോട് പേരറിയണ്ട, വേണു ഒരു BJP ചോദ്യം യുടെ പ്രതിനിധി ചോദിച്ചപ്പോ എന്ന് പറഞ്ഞ് സംസാരിക്കും. ആയിക്കോട്ടെ, ഞാൻ പേര് മറന്നുപോയി. യുവരാജ്. ശരി. അതെ, ഒരു കുഴപ്പമില്ല. താങ്കൾ എന്തിനാ അസ്വസ്ഥനാകുന്നത് യുവരാജ്? എന്തിനാ അസ്വസ്ഥനാകുന്നത്? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ എന്തിന് കണ്ടു ഇങ്ങനെ കാണാൻ പോയതിനെ സംബന്ധിച്ച് പൊതുസമൂഹത്തിൽ ഇത്ര ചർച്ച തങ്കക്കുറവേ നമ്മൾ ഈ നാണം കേട്ടല്ലോ. നടക്കുമ്പോ എന്ത് അല്ലല്ല, താങ്കൾ ആദ്യം ഞാൻ പറഞ്ഞു പറയട്ടെ. പ്രധാനമന്ത്രി എന്തോ രഹസ്യമായിട്ട് ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിൽ പോയെന്ന് പറഞ്ഞു. അതാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്, രഹസ്യമായിട്ടാണോ പോയത്? ഫോട്ടോ എന്റെ അവസരമാണ്. യുവരാജെ, താങ്കൾ വേണുവിനോട് ഉപയോഗിച്ച ഭാഷയുണ്ടല്ലോ, താങ്കൾ വേണുവിനോട് ഉപയോഗിച്ച ഭാഷയോട് താങ്കൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് പഞ്ചമുച്ചോടൊക്കെ ഇരിക്കണം. ഞാൻ പറയുന്നത് കേൾക്കണം. എന്റെ അവസരമാണ്, മനസ്സിലായോ? എന്റെ അവസരമാണ്. താങ്കൾ വേണുണ്ടെങ്കിൽ മര്യാദയ്ക്ക് പഞ്ചമുച്ചോടൊക്കെ ഇരിക്കണം. ഞാൻ പറയുന്നത് കേൾക്കണം. എന്റെ അവസരമാണ്, മനസ്സിലായോ? എന്റെ അവസരമാണ്. താങ്കൾ കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. മറുപടിയാണ് ഞാൻ ചോദിക്കുന്നത്. താങ്കൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉപചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. താങ്കൾ പറഞ്ഞു പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസും തമ്മിൽ എന്തോ രഹസ്യ ചർച്ച നടത്തിയെന്ന്. ഞാൻ അതാണ് താങ്കളോട് ചോദിച്ചത്. രഹസ്യ ചർച്ചയായിരുന്നോ അതാണോ ഫോട്ടോസ് നമ്മളെല്ലാരും കണ്ടത് പത്രത്തിലും ടിവിയിലും ഒന്ന് ചോദിച്ചത്? വളരെ സിമ്പിൾ ആണ് ചോദ്യം. താങ്കളാണ് പറഞ്ഞത് രഹസ്യ ചർച്ചയായിരുന്നു, ഞാനല്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കണ യുവരാജ് ഒരേ കാര്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജ്യോതി മറുപടി പറയട്ടെ. അതുകൊണ്ടാ യുവരാജ് താങ്കളോട് ആദ്യം വേറെന്തോണ് പറയുന്നത്? വേണു അതുകൊണ്ടാണ് ആദ്യം ചോദിച്ചത്. ഞാൻ എന്ത് പറയണോ നീ അല്ല തീരുമാനിക്കുന്നേ. കുറെ നേരമല്ല തുടങ്ങിയിട്ട്. സാറേ, സഹോദര, കേറി നീ എന്നൊന്നും വിളിക്കരുതേ. താങ്കളോട് അത്തരത്തിലുള്ള പദപ്രയോഗങ്ങളൊന്നും ഇതൊന്നും താങ്കളുടെ കുത്തക അവകാശമല്ല ഇത്തരം വാക്കുകൾ. ഇത് കിട്ടേണ്ടത് നീ മേടിച്ചോ? ശരി, ജ്യോതി പറയട്ടെ. നീ അങ്ങ് തടസ്സപ്പെടുത്തരുതേ. ജ്യോതി പറയട്ടെ. അല്ല, അദ്ദേഹം പറഞ്ഞ കാര്യം അദ്ദേഹത്തോട് ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. ശരി. അതിന് മറുപടി പറഞ്ഞിട്ട് പോട്ടെ. ഞാൻ എന്ത് പറയണമെന്ന് യുവരാജെ ഞാനാ തീരുമാനിക്കുന്നത്, അല്ല നീയല്ല. അങ്ങനെ തന്നെ പറയേണ്ടി വരും. നേരമല്ല തുടങ്ങിയിട്ട്. ഒന്ന് ഒതുങ്ങ്. ഓണമല്ലേ? നീ പറഞ്ഞോടാ. പോയി. ഞാൻ എന്ത് പറയണമെന്ന് യുവരാജെ ഞാനാ തീരുമാനിക്കുന്നത്, അല്ല നീയല്ല. അങ്ങനെ തന്നെ പറയേണ്ടി വരും. നേരമല്ല തുടങ്ങിയിട്ട്. ഒന്ന് ഒതുങ്ങ്. ഓണമല്ലേ? നീ പറഞ്ഞോടാ. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, തൽക്കാലം ഇത്രയും മതി. വരട്ടെ.